പരിശുദ്ധമായ മുഹറം ഇന്ന് മഗ്‌രിബിയോടുകൂടി നമ്മോട് വിട പറയുകയാണ്. മുഹറം വിട പറയുമ്പോൾ മുഹറം മാത്രമല്ല, ചേർന്ന് കിടക്കുന്ന പവിത്രമായ 90 ദിവസങ്ങൾ കൂടിയാണ് വിട പറയുന്നത്. ഇന്ന് മഗ്‌രിബിന് മുമ്പ് നാം ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ആ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ നാം മനസ്സിലാക്കുകയാണ്. അതുപോലെ മുഹറം നമ്മോട് വിട പറഞ്ഞ് സഫറിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ സഫർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഷയങ്ങളുണ്ട്. ആ 3 വിഷയങ്ങൾ ഏതാണെന്നറിയാൻ വീഡിയോ മുഴുവനായും കേൾക്കുകയും കാണുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഫർ മാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ സഫർ മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത 6 ഗൗരവമേറിയ കാര്യങ്ങളുണ്ട്. ആ 6 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. വീഡിയോ മുഴുവനായും കേൾക്കുകയും അമൽ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈർ നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ മുറാദ് ഹാസിലാക്കുമാറാകട്ടെ. കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു അവരൊക്കെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ മുഹറം വിട പറയുമെന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷേ മാസപ്പിറവി കണ്ടില്ല. മുഹറം ഇന്ന് നാം 30 പൂർത്തീകരിക്കുകയാണ്. അൽഹംദുലില്ലാ, പവിത്ര മാസത്തിൽ ഒരു ദിവസം കൂടി അധികം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു പുണ്യം തന്നെയാണ്, വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പരിശുദ്ധമായ മുഹറം 30 നാം ഉള്ളത്. ഇന്ന് മഗ്‌രിബിയോടുകൂടി മുഹറം തീർച്ചയായും നമ്മോട് വിട പറയും. മുഹറം മാത്രമല്ല വിട പറയുന്നത്, പവിത്രമായ 90 ദിവസങ്ങളാണ് വിട പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഴിഞ്ഞ പവിത്രമാക്കപ്പെട്ട 3 മാസങ്ങളിൽ നമ്മൾ ചെയ്ത ഇബാദത്തുകളൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, പരിശുദ്ധമായ മുഹറം നമ്മോട് വിട പറയുമ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ മഗ്‌രിബിന് മുമ്പായിക്കൊണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് സഫർ കടന്നു വരുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട്, ഇന്നത്തെ മഗ്‌രിബിന് മുമ്പായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഷയമുണ്ട്. ഒന്നാമത്തെ വിഷയം എന്നുള്ളത് മനസ്സറിഞ്ഞുകൊണ്ട് നാം തൗബ ചെയ്യുക എന്നുള്ളതാണ്. പവിത്രമായ മാസമാണ് വിട പറയുന്നത്. ഇനിയൊരു പവിത്രമായ മാസം കടന്നു വരണം എന്നുണ്ടെങ്കിൽ 6 മാസം വരെ, റജബ് വരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു അവസരം നാം ഉപയോഗപ്പെടുത്തേണ്ടുന്ന സന്ദർഭമാണെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സറിഞ്ഞുകൊണ്ട്, നിബന്ധനകൾ ഒപ്പിച്ചുകൊണ്ട്, ഇനി ഒരിക്കലും തെറ്റിലേക്ക് മടങ്ങില്ല. ചെയ്തു പോയ തെറ്റിൽ ഖേദം പ്രകടിപ്പിക്കുക, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക, മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് തീർക്കുക. ഇങ്ങനെയുള്ള നിബന്ധനകൾ ഒപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി ഹൃദയത്തിൽ തട്ടി നമ്മൾ തൗബ ചെയ്യുക എന്നുള്ളതാണ് മഗ്‌രിബിന് മുമ്പായിക്കൊണ്ട് നാം ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്നുള്ളത് ഇബാദത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. മാക്സിമം അല്ലാഹു സുബ്ഹാനഹു വ തആല വണ്ണമായ പ്രതിഫലം മറ്റു മാസങ്ങളെക്കാൾ ഈ മാസത്തിൽ നൽകും. അങ്ങനെയുള്ള പവിത്രമായ മുഹറം നമ്മോട് വിട പറയുമ്പോൾ ഇബാദത്തുകൾ ഇന്നത്തെ ഒരു പകല് മഗ്‌രിബ് വരെയെങ്കിലും നാം മാക്സിമം മുഹറമിനെ യാത്രയാക്കുക എന്നുള്ള നിയത്തോടെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നാം പരിശുദ്ധമായ ഈ മുഹറമിന്റെ സമാപന നിമിഷത്തിൽ ഇബാദത്തുകളിൽ മുഴുകുക എന്നുള്ളതാണ്. ഇന്നമൽ അഅമാലു ബിൽ ഖവാത്തിം, അവസാനം നോക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കുക. അതുകൊണ്ട് പവിത്രമായ ചേർന്ന് കിടക്കുന്ന 90 ദിവസങ്ങളുടെ അവസാനം ഉഷാറാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമതായി ഒരു ദുആ ആണ്. കഴിഞ്ഞ ദിവസം ഇന്നലത്തെ മജ്‌ലിസിൽ നമ്മൾ സംസാരിച്ചിരുന്ന ആ ഒരു ദുആ ഇന്നുകൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്നുള്ള പ്രാർത്ഥന 3 പ്രാവശ്യം അല്ലെങ്കിൽ 7 പ്രാവശ്യം അല്ലെങ്കിൽ 11 പ്രാവശ്യമെങ്കിലും നാം ചൊല്ലുക മഗ്‌രിബിന്റെ തൊട്ടു മുമ്പായിക്കൊണ്ട് എന്നുള്ളതാണ് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പരിശുദ്ധമായ മുഹറം നമ്മോട് വിട പറഞ്ഞ് സഫറിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ, അതായത് ഇന്നത്തെ മഗ്‌രിബിയിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ
ആദ്യമായി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു വിഷയം നമുക്കറിയാം. അല്ലാഹുമ്മ അഹില്ലഹു അലൈന എന്ന് തുടങ്ങുന്ന മാസപ്പിറവി ദൃശ്യമായാൽ ചൊല്ലേണ്ടുന്ന ദുആ. മാസപ്പിറവി ദൃശ്യമായാലോ അല്ലെങ്കിൽ മാസപ്പിറവി ദൃശ്യമായ വിവരം നാം അറിഞ്ഞാലോ അല്ലെങ്കിൽ പുതിയ ഒരു മാസത്തിലേക്ക് നാം പ്രവേശിച്ചാലോ നാം ചൊല്ലേണ്ടുന്ന അത്ഭുതകരമായ ദുആ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 3 പ്രാവശ്യം പറയുക. അതിനുശേഷം അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖ് ലിമാ തുഹിബ്ബു വതർലാ റബ്ബനാ വറബ്ബുകല്ലാഹ് എന്ന് ചൊല്ലുക എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ഈ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. സൂറത്തുൽ മുൽക്കിൽ 30 ആയത്താണ്. ഓരോ മാസവും 30 ദിവസങ്ങളാണുള്ളത്. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സഫർ മാസത്തിന്റെ ആദ്യത്തെ രാവ് മുതലേ നാം സ്വലാത്തുകൾ അധികരിപ്പിച്ചു വരുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം സഫർ കഴിഞ്ഞാൽ പിന്നെ നമ്മിലേക്ക് കടന്നു വരുന്നത്, കയറി വരുന്ന മാസം റബീഉൽ അവ്വലാണ്. ഉലിദൽ ഹബീബ്, ഹബീബിന്റെ മാസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മാസം വന്നിട്ട് സ്വലാത്ത് ചൊല്ലാമെന്ന് തീരുമാനിച്ച നടക്കൂല. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് മുന്നൊരുക്കം നടത്തേണ്ടുന്ന മാസമാണ് സഫർ. അതുകൊണ്ട് സ്വലാത്ത് നാം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കുക, അതിന് തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ഇന്ന് സഫറിലേക്ക് പ്രവേശിച്ചാൽ നാം ചെയ്യേണ്ടുന്ന മൂന്നാമത്തെ വിഷയം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് സഫർ മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത 6 കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്നാമതായി നമ്മൾ സഫർ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ചെയ്യേണ്ടുന്ന 3 കാര്യങ്ങൾ ചർച്ച ചെയ്തു. രണ്ടാമതായി സഫറിലേക്ക് പ്രവേശിച്ച ഉടനെ ചെയ്യേണ്ടുന്ന 3 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി സഫർ മാസത്തിൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത 6 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ സഫർ മോശമാണ് എന്നുള്ള ധാരണ പൂർണ്ണമായി അങ്ങോട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. കാരണം സഫർ മോശമാണ് എന്നുള്ള ധാരണ പല ആളുകൾക്കുമുണ്ട്. സഫർ മാസം പറഞ്ഞാൽ കമന്റുകൾ വരും, മെസ്സേജുകൾ വരും. സഫറിൽ കുറ്റടിക്കാൻ പറ്റുമോ, സഫറിൽ അത് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ, വീട് കൂടാൻ പറ്റുമോ, ഇങ്ങനെ തുടങ്ങി സഫറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള മാസമാണ് സഫർ. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ജാഹിലിയ കാലഘട്ടം മുതലേ അങ്ങനെയായിരുന്നു. ആ ഒരു തെറ്റിദ്ധാരണ, സഫർ മോശമാണ് എന്നുള്ള ധാരണ, അത് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ആ ഒരു ധാരണ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരാതിരിക്കുക. സഫർ മാസം മോശമാണ്, സഫർ മാസം ശകുനമാണ് എന്നുള്ള ചിന്ത ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഹൈറായ കാര്യങ്ങൾ, വീട് പാർക്കും പോലെ, കുടിയിരിക്കും പോലെ, തറക്കല്ലിടും പോലെ, കുറ്റടിക്കും പോലെ, കടവുൽ കാടഞ്ഞം പോലെ, കല്യാണം പോലെ, നിശ്ചയം പോലെ, ഇങ്ങനെയുള്ള ഹൈറായ കാര്യങ്ങൾ ഇത് സഫറല്ലേ? ഈ സഫറിൽ അത് വേണോ? സഫർ മോശമല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ഹൈറായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്നോട്ടടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ സഫറിൽ പാടില്ലാത്ത, സഫറിൽ നാം ചെയ്യാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, ഒരു കാര്യം തുടങ്ങി ആ കാര്യം പരാജയപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ ഖലാ ആയിരിക്കും, തീരുമാനമായിരിക്കും. കുല്ലു യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹു കണക്കാക്കിയതല്ല നമുക്കൊന്നും സംഭവിക്കില്ലല്ലോ. എല്ലാ ഖൈറും എല്ലാ ഷർറും അല്ലാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നതല്ലേ. അതുകൊണ്ട് ഈ മാസത്തിൽ എന്തെങ്കിലും തുടങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ സഫറിന്റെ കാരണം കൊണ്ടാണ് എന്ന് പറയാതിരിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ ഒരു വിഷയം എന്നുള്ളത്, സഫർ മാസത്തിൽ ചില ദിവസങ്ങൾക്ക് ശകുനമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിൽപ്പെട്ട ഒരു ദിവസമാണ് സഫർ 10. സഫർ 10-ൽ നാം വലിയ സാമ്പത്തിക ഇടപാടുകൾ, വലിയ ഒരു ബിസിനസ് തുടങ്ങുക, അങ്ങനെ തുടങ്ങിയ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്താതിരിക്കുക എന്നുള്ളതാണ് സഫർ മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത നാലാമത്തെ വിഷയം. നമ്മുടെ ഉലമാക്കൾ രേഖപ്പെടുത്തി വെച്ച പല പ്രമുഖരായ പണ്ഡിതന്മാരും നഹസിന്റെ കൂട്ടത്തിലൊക്കെ എണ്ണിയ ചെയ്യാൻ പാടില്ലാത്ത മാനഹാനിയും നഷ്ടവും സംഭവിക്കാൻ സാധ്യത ഏറെയുള്ള ഒരു ദിവസമാണ് സഫർ 10. അപ്പൊ സഫർ 10 എന്നാണ് എന്ന് നോട്ട് ചെയ്യുകയും അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ ആ ദിവസം വലിയ ഇടപാടുകൾ നടത്താതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സഫറിൽ ചെയ്യാൻ പാടില്ലാത്ത നാലാമത്തെ വിഷയം. അഞ്ചാമത്തെ വിഷയം എന്നുള്ളത്, സഫറിലെ ഒടുവിലെ ബുധനാണ്. അത് വലിയ നഹസാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഫറിലെ ഒടുവിലെ ബുധൻ എന്നാണ് എന്ന് നമ്മൾ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുകയും
സഫർ ഒടുവിലെ ബുധനിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. ആ സഫർ മാസത്തിന്റെ ഒടുവിലത്തെ ബുധനിൽ നല്ല നല്ല കാര്യങ്ങളിൽ വീട് പാർക്കുക, കുറ്റടിക്കുക, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ നടത്താതിരിക്കുക എന്നുള്ളതാണ് സഫറിൽ ചെയ്യാൻ പാടില്ലാത്ത അഞ്ചാമത്തെ വിഷയം. ആറാമത്തെ ഒരു വിഷയമുണ്ട്. അതെന്താണെന്നറിയോ? പരിശുദ്ധമായ മുഹറം കഴിഞ്ഞല്ലോ, പവിത്രമാക്കപ്പെട്ട 90 ദിവസങ്ങൾ കഴിഞ്ഞല്ലോ, ഇനി റബീഉൽ അവ്വലൊക്കെ വരട്ടെ, അല്ലെങ്കിൽ റമളാനൊക്കെ വരട്ടെ, അല്ലെങ്കിൽ റജബൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ് അശ്രദ്ധരാകുന്ന, നാം നെവർ മൈൻഡ് ചെയ്യുന്ന, ഈ മാസത്തിൽ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ പുണ്യൊക്കെ കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ നിന്നൊക്കെ ഒന്ന് പിറകോട്ടടിക്കുന്ന സ്വഭാവം, ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക, അങ്ങനെ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട സഫറിന്റെ മുമ്പ് ചെയ്യേണ്ടുന്ന, സഫറിലേക്ക് പ്രവേശിച്ചാൽ ചെയ്യേണ്ടുന്ന, അതുപോലെ സഫറിൽ ചെയ്യാൻ പാടില്ലാത്ത പല വിഷയങ്ങളും നമ്മൾ സംസാരിച്ചു. ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുകയും ഇതിനനുസരിച്ചുകൊണ്ട് നാം അമല് ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഇബാദത്തുകളെ കബൂലാക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു ഖൈർ നൽകട്ടെ, സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ. നമ്മുടെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ഈമാനുള്ള മരണം അല്ലാഹു നമുക്ക് നൽകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.